ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ അപകടം. ഭക്തർക്കിടയിലേക്ക് ട്രാക്ടർ പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായത്. 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ ആശുപത്രിയിലാണ്. 2 പേരുടെ നില അതീവ ഗുരുതരം. മനീഷ് മഹാദേവൻ വിവരങ്ങൾ നൽകാൻ എത്തിയിരിക്കുകയാണ്. മനീഷ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? നിലവിൽ ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെ? അസിത, ശബരിമല സന്നിധാനത്ത് നിന്നും ദർശനം പൂർത്തിയാക്കി മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർക്കിടയിലേക്കാണ് ഇത്തരത്തിൽ ട്രാക്ടർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി അപകടമുണ്ടായിരിക്കുന്നത്. ഏകദേശം 6:15 കൂടിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 8 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 8 പേരിൽ 2 കുട്ടികളുമുണ്ട്. അതിൽ 2 പേരുടെ നില അല്പം ഗുരുതരമാണ്. വൈകിട്ട് 6 മണിയോടുകൂടി ശബരിമലയിൽ മഴ പെയ്തിരുന്നു. മഴയെ തുടർന്ന് ഇത്തരത്തിൽ മാലിന്യവുമായിട്ട് ഇറക്കമിറങ്ങി വന്ന ട്രാക്ടർ നിയന്ത്രണം വിട്ട് ഇവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഉണ്ടായത്. ഇതിൽ ഒരു മലയാളിയുണ്ട്, 2 തമിഴ്നാട് സ്വദേശിയും 5 ആന്ധ്ര സ്വദേശികൾ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പൊ മലയാളിയായിട്ടുള്ള ഇടുക്കി സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണന്റെ നില അല്പം ഗുരുതരമാണ്. വാരിയലിന് പൊട്ടലുണ്ട്. രാധാകൃഷ്ണനെ ആദ്യം പമ്പയിലെ സർക്കാർ ആശുപത്രിയിലേക്കും പിന്നീട് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊന്ന് ഗുരുതരമായി പരിക്കേറ്റത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള വീരമണിയാണ്. വീരമണിയെ ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നില അത്ര ഗുരുതരമല്ല. ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീക്കും ഇടുപ്പിന് പൊട്ടലുണ്ട്, എന്നാൽ അത്ര തീവ്രമല്ല. ഇവരെല്ലാം ബാക്കിയുള്ളവരെ കുട്ടികൾ ഉൾപ്പെടെയൊക്കെ ചെറിയ പരിക്കോടുകൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കനത്ത മഴയെ തുടർന്ന് കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി വരുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു യു-ടേൺ സ്വാമി അയ്യപ്പൻ റോഡിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട് ആളുകൾക്കിടയിലേക്ക് ശബരിമല ദർശനം പൂർത്തിയാക്കി മടങ്ങിയ അയ്യപ്പന്മാർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ട്രാക്ടറിൽ 5ഓളം ശുചീകരണ തൊഴിലാളികളുണ്ട്. അവർക്കാർക്കും ഇത്തരത്തിൽ അപകടമൊന്നും പറ്റിയിട്ടില്ല. നിലവിൽ 2 പേരുടെ നില ഗുരുതരമായിട്ടുണ്ട്. അവരെയൊക്കെ അപകടമുണ്ടായപ്പോൾ തന്നെ പോലീസും NDRF സംഘവും ചേർന്ന് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ശബരിമല സന്നിധാന ആശുപത്രിയിൽ എത്തിച്ച് ഇവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകിയ ശേഷം ശബരിമലയിലെ തന്നെ സന്നിധാനത്ത് തന്നെ ആംബുലൻസ് ഉണ്ട്, ജീപ്പ് ആംബുലൻസ് ഉണ്ട്. ഫോറസ്റ്റിന്റെയും ആശുപത്രിയുടെയും ജീപ്പ് ആംബുലൻസുകൾ ഉപയോഗിച്ച് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ തുടർന്ന് കൂടുതൽ വൈദ്യസഹായത്തിനായി പമ്പയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അസിത.